ഹായ്. കുറേ നാളായി യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ബിസിയായി പോകുന്നതിനും അതിലും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചു. ഇപ്പോഴും എൻ്റെ ജലദോഷമൊന്നും കറക്റ്റൊന്നും മാറിയില്ല. ഇങ്ങനെ ലൂപ്പ് പോലെ ഏകദേശം ഒരു മാസമായി പനിയും ജലദോഷവും ഒക്കെ ആയി വീട്ടിലെല്ലാവർക്കും. അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് ഹീത്രൂ എയർപോർട്ടിലാണ്. ഞങ്ങളുടെ ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോകണം. എല്ലാവരും ഇല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി മാത്രം. അല്ലേ ഹോളിഡേ ട്രിപ്പ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അത് എല്ലാവരും പോണ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഈ വീഡിയോസിൽ കാണാം. എന്തായാലും അത് വീഡിയോ ഇടുമല്ലോ. ഞങ്ങൾ പോകുന്നത് അൽബേനിയ ആൻഡ് മോണ്ടിനിഗ്രോ ആണ്. പാക്കേജ് നിർത്തുന്നല്ല പോകുന്നത്, ഞങ്ങൾ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. എല്ലാം വളരെ പെട്ടെന്നുണ്ടായ മുന്നേ പോകണമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ലീവ് എടുത്തതാണ്. പക്ഷെ എന്നാലും പോകണോ വേണ്ടയോ അങ്ങനെയൊന്നും കാര്യമായിട്ട് അങ്ങനെയൊന്നും വീണ്ടും അങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ റീസെൻ്റ്ലി ആണ് ഞങ്ങളത് പോകാമെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ ആദ്യം മോണ്ടിനീഗ്രോ ആണ് പോകുന്നത്. അൽബേനിയയിലേക്കാണ് ഫ്ലൈറ്റ്, പക്ഷേ മോണ്ടിനീഗ്രോയിലേക്കാണ് ഞങ്ങൾ. അൽബേനിയയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ മോണ്ടിനീഗ്രോ പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അൽബേനിയയിലേക്ക് വരും. അതെ, അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണാം. ഹലോ. അങ്ങനെ ഞങ്ങൾ അൽബേനിയയിലെത്തി. ഞങ്ങളൊരു 11 മണി ഒന്നേനൊരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞങ്ങൾ അൽബേനിയയിലെത്തി. ഞങ്ങളിനിയിപ്പം നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ സിമ്മൊക്കെ എടുത്തു, ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. ഒന്നും കഴിച്ചില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ മോണ്ടിനിഗ്രോയിലോട്ട് പോവുകയാണ്. അതിന് ബസ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ തൊട്ടടുത്ത എയർപോർട്ട് ബസ് സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ബസ് വരുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസും ഇന്ത്യൻ ലൈസൻസും രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി റെൻ്റിന് കിട്ടുന്നതാണ്. മീൻസ് ഇപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ വേണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലില്ല, അങ്ങനെയൊന്നുമില്ല. IDP വേണം, അത്രയാണുള്ളത്. നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും, വണ്ടി റെന്റിന് എടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഞങ്ങളിനി പുറത്തോട്ടും ഇവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ താഴെ
ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പം എൻ്റെ റൂം ഞാൻ കാണിച്ചുതരാം. ഞങ്ങളിത് ബുക്ക് ചെയ്യുമ്പം നല്ല സീ വ്യൂ ഉള്ള ബാൽക്കണി ഉള്ള റൂം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തതാട്ടോ ഇത്. നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല ടോയ്ലറ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല റൂമാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഞാനത് കാണിച്ചാൽ നല്ല നല്ല വ്യൂ ആണ് ഇവിടുത്തെ ബാൽക്കണിയിൽ. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്. നല്ല സീ വ്യൂ ആണുള്ളത്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ചെയ്യും. മീൻസ് താഴെ തന്നെ അതിൻ്റെ ഓരോ കൗണ്ടറൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി, ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ പരിപാടി. കാരണം നല്ല വിശപ്പുണ്ട്, അത് നന്നായി വിശക്കുന്നുണ്ട് എനിക്ക്. പിന്നെ കാരണം അങ്ങനെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റേതായ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഒരു സ്കൂട്ടർ ഞങ്ങൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിനാണ് കോട്ടൂറും ബുദ്ധയും ഉള്ള 2 ദിവസങ്ങൾ ഞങ്ങൾ കറങ്ങുന്നത്. അപ്പം ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങും. അപ്പം കാണാം. ഫസ്റ്റ് പോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ കോട്ടൂർ കേബിൾ കാർ റൈഡിൽ വന്നിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഇതിൻ്റെ അകത്ത് കഫേ ഉണ്ടല്ലേ? ഇത് കഫേ ഉണ്ട്, നോക്കാം. കേബിൾ കാർ റൈഡിൽ കയറി എത്രയോ മലകളുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി 9 o'clock വരെ ഇവിടെ ഇത് ലൈവായി തന്നെ ഇരിക്കും. പക്ഷേ ഇവിടെ നിന്ന് താഴോട്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. സ്കൂട്ടറിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നാട്ടിൽ സ്കൂട്ടറിൽ വന്നതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് എൻ്റെ വിഷമൊക്കെ പോയി. പക്ഷെ ഇനിയിപ്പം ഞാൻ ശരിക്കും ഫുഡ് കഴിക്കണം, കാരണം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ കഫേസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കും ഇവിടെ നിന്നൊക്കെ കഴിക്കണം. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള കഫേസ് ആണ്. രാത്രിയൊക്കെ ഭയങ്കര ലൈവായിരിക്കും അല്ലേ? ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് 9 മണി, രാത്രി 9 മണി വരെ ഇവിടെ. പക്ഷെ ഇത് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും
എത്രയോ 2-3-4 മലക്ക് മേലെയാണ്, ഏറ്റവും ടോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 മല കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത്ര ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് ഞങ്ങൾ, ആ ഒരു കേബിളിൻ്റെ ആ റൈഡ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ശരിക്കുള്ള വ്യൂ നമ്മൾ കാണാൻ പോകണുള്ളൂ എന്നുള്ള രീതിയിൽ. കുറച്ച് പേടിയാവും, പക്ഷെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ സ്ഥലമാണ്. ഇത് ലൈക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ പോലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഒരു ഈവനിങ് ടൈമിൽ വന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇത് ഭയങ്കര ഈ ഒരു ടൈമിൽ ഭയങ്കര ചൂടാണ്, നല്ല വെയിലുണ്ട്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു കുറച്ചും കൂടി വൈബായിരിക്കും. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്ന് അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് നമ്മള് ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ എന്ത് കഴിക്കും കഴിക്കണം. എല്ലാം ഇവിടുത്തെ ഇംഗ്ലീഷ് ഫുഡുള്ളൂ, ഇന്ത്യൻ ഫുഡുകളൊന്നും ഇല്ല. എന്തെങ്കിലും ഫുഡൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇല്ലേ വേറൊരു റൈഡും കൂടി ഉണ്ട്. നമ്മൾ വന്ന റൈഡ് മാത്രമല്ല, വേറെ റൈഡും കൂടി ഉണ്ട്. വന്നത് കേബിൾ കാർ റൈഡായിരുന്നു. ഇവിടെ ഇപ്പം വേറെ ഒരെണ്ണുണ്ട്, അത് ആൽപൈൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അത് സീൻ സാധനമാട്ടോ, എനിക്കതിൽ ധൈര്യം ഉണ്ടാവില്ല. അത് അടിപൊളി സാധനമാണ്, എനിക്ക് കയറിയാൽ കൊള്ളാന്നുണ്ട്. ഞാൻ മിക്കവാറും കയറും. അത് ലൈക്ക് ഫുൾ ഇറക്കമാണ്. നമ്മിപ്പോൾ വന്നതിൻ്റെ ഫുൾ ഇറങ്ങണം. ഞാൻ കണ്ടിട്ടുണ്ടാവും, കാണിച്ചു തരാം. ഇതിലിപ്പോൾ വേണ്ട, അവിടെ നിന്ന് പോണ വേണ്ട, അവർ താഴോട്ട് ഇറങ്ങിപ്പോണ്ട് കുറേ പേര്. അത് നമുക്ക് ഈ കേബിൾ കാറിൽ വരുന്ന സമയത്ത് വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇപ്പൊ നമ്മൾ കയറി വന്ന ആ ഫുള്ള് മല ഇവര് ഇറങ്ങണം. അങ്ങനെ വരാം. അതിൽ 1 സൈഡ് എടുത്തിട്ട് അടുത്ത സൈഡ് സെക്കൻഡ് സൈഡ് നമുക്ക് ഇതിലേ പോവാം. അങ്ങനെ ഇത് അടിപൊളിയാണ്, കൊള്ളാം സംഭവം. ഞങ്ങളങ്ങനെ നൈറ്റിൽ ഫുഡ് അടിയും കഴിഞ്ഞു റൂമിലോട്ട് തിരിക്കുകയാണ്. ആക്ച്വലി ഒരു റീല് കണ്ട് അതിലെ സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര റേറ്റ്, സീ ഫുഡാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല. പിന്നെ കഴിക്കാനും ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് അങ്ങനെ കഴിക്കാനും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം വാങ്ങി കഴിച്ചത് ചിക്കൻ വിങ്സും ഒരു റോളുമാണ്, ചിക്കൻ റോളും കൂടിയാണ് വാങ്ങിച്ച് കഴിച്ചത്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങളിപ്പം വണ്ടി എടുത്ത് ഞങ്ങളിപ്പോൾ പോവും, ഉറങ്ങും. അപ്പോൾ ഇനി അടുത്ത ഡെയിലി വിശേഷങ്ങൾ നാളെ കടന്നായിരിക്കും. ബൈ പറഞ്ഞു. ബൈ.